السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على رسولك سيدنا وحبيبنا മുഹമ്മദ്. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുന്ന് ലോകത്തിന് റഹ്മത്താണെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ വിളിച്ചോതിയതാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളിൽ ഇന്നും എന്നെന്നും നിലനിൽക്കുന്ന മുഅ്ജിസത്താണ് നാം ചർച്ച ചെയ്യാറുള്ള പരിശുദ്ധ ഖുർആനിൻ്റെ ഓരോ വചനങ്ങളും. അതിനോട് തത്തുല്യമായ ഒരു സൂറത്തോ അതല്ലെങ്കിൽ അതിനോട് തത്തുല്യമായിട്ടുള്ള ഒരു ഗ്രന്ഥമോ നാളിതുവരെ ആർക്കും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഖുർആനിൻ്റെ അത്ഭുതങ്ങളും അതിൻ്റെ അമാനുഷികതകളും പറയുകയാണെങ്കിൽ നമ്മൾ എത്ര പറഞ്ഞാലും നമുക്ക് മതിയാകുകയില്ല. സാഗരത്തേക്കാൾ ആഴവും പരപ്പുമുള്ള ഈ ഗ്രന്ഥം അള്ളാഹുവിൻ്റെ കലാമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു സംസാരിക്കുന്ന ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്കുള്ള ഒരു ഉണർത്തലാണ്. സൂറത്തുൽ ദുഹ നമ്മളൊക്കെ കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരു സൂറത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എപ്പോഴും താങ്ങായി തണലായി ആക്ഷേപങ്ങളുമായി വരുമ്പോൾ, ദുരാരോപണങ്ങളുമായി ശത്രുക്കൾ എപ്പോഴും മുന്നിട്ട് വരുമ്പോൾ അവിടെയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്നും ശാന്തിയും സമാധാനവുമായി നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഖുർആനിലെ 93-ാമത്തെ സൂറത്താണ് സൂറത്തുൽ ദുഹ. നമുക്കൊന്ന് പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ضالًا ഫഹദാ ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنحر وأما بنعمة ربك فحدث. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, ഖുർആൻ സത്യം ചെയ്തു പറയുന്ന ഒരു ശൈലിയും രീതിയും ഖുർആനിന് എപ്പോഴും ഉള്ളതാണ്. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. വദ്ദുഹ, ദുഹാ സമയം തന്നെയാണെങ്കിൽ സത്യം. ദുഹാ സമയം നമുക്കറിയാം, ളുഹറിന് മുമ്പുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള സമയം. സൂര്യൻ ഉദിച്ചതു മുതൽ സൂര്യൻ മധ്യാഹ്നത്തിൽ എത്തിച്ചേരുന്നത് വരെയുള്ള സമയമാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സമയത്താണ് സംസാരിച്ചത് എന്നൊക്കെ തഫ്സീറുകളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞതായിട്ട് കാണാം. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അത്ഭുതം കണ്ട് സാഹിര്യങ്ങൾ സുജൂദ് ചെയ്ത സമയവും ഇതാണെന്നൊക്കെ, അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ഈ സമയത്തിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. വല്ലൈലി ഇദാ സജാ വദ്ദുഹാ വല്ലൈലി ഇദാ സജാ, രാത്രി തന്നെയാണെങ്കിൽ സത്യം. അത് സജാ, ശാന്തമാകുമ്പോൾ, രാത്രിയുടെ ശാന്തത. മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് ശാന്തത. പകലിൻ്റെ ബഹളവും അപശബ്ദങ്ങളും കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ മനുഷ്യ മനസ്സുകൾക്ക് സ്വസ്ഥത ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ അമിൻ ആയാത്തിഹി ഹൽഖുസ്സമാവാത്തി വൽ അർളി വഖ്തിലാഫു അൽസിനത്തിക്കും എന്ന് പറഞ്ഞതുപോലെ ഖുർആൻ അവൻ്റെ ദൃഷ്ടാന്തങ്ങളായി പറഞ്ഞതാണ് ജനങ്ങളൊക്കെ ശാന്തമാകുന്ന, അല്ലെങ്കിൽ ആളുകൾക്ക് ശാന്തതയ്ക്ക് വേണ്ടിയിട്ട് ചാല ലക്കുമുൽ ലൈല ലിബാസൻ വന്നൗമ സുബാത, അവന് ഗാഢനിദ്രയിലേക്ക് പോകേണ്ട രാത്രിയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സംസാരിക്കുകയാണ്. വല്ലൈലി ഇദാ സജാ, രാത്രി അത് ശാന്തമായാൽ. ഇനിയാണ് അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, നബിയെ അങ്ങയുടെ റബ്ബ് അങ്ങയെ വിട്ടേച്ചു പോയിട്ടില്ല. വമാ ഖലാ, വമാ ഖലാ എന്ന് പറഞ്ഞാൽ നബി തങ്ങളോട് കോപിച്ചിട്ടുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹയുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ മക്കയിൽ ഉണ്ടായപ്പോൾ, ചില ദുരാരോപണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ അതിമഹത്തായ അത്ഭുതം വഹി, അത് അല്പം ദിവസങ്ങൾ, അത് 12, 15, 25, 40 എന്നിങ്ങനെയൊക്കെ ദിവസങ്ങൾ എണ്ണി പറഞ്ഞ പല അഭിപ്രായങ്ങളും കാണാം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഹി അവിടെ നിന്ന് പോയപ്പോൾ മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ മുഹമ്മദിൻ്റെ റബ്ബ് വദ്ദഅഹു റബ്ബുഹു വ ഖലാഹു എന്ന് പറഞ്ഞു പ്രചരിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റബ്ബ് മുഹമ്മദ് നബിയെ വിട്ടേച്ചു പോയിരിക്കുന്നു, മുഹമ്മദിനോട് ദേഷ്യം വെച്ചിരിക്കുന്നു എന്ന് ശത്രുക്കൾ പ്രചരിപ്പിച്ചു, വെടിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു ദേഷ്യപ്പെടുകയോ വെറുക്കുകയോ ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, നബി തങ്ങൾക്ക് അള്ളാഹു നൽകിയതും നൽകാനിരിക്കുന്നതുമായ പല മഹത്വങ്ങളും ഉണർത്തുക വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ അംഗീകാരങ്ങളാണ് ഈ അധ്യായത്തിൻ്റെ ആയത്തുകളിൽ നിന്ന് നമുക്ക് പ്രകടമായി മനസ്സിലാക്കാൻ കഴിയുക. വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ, പരലോകം അത് ഇഹലോകത്തേക്കാൾ ഖൈറാകുന്നു, ഉത്തമമാകുന്നു
എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആഖിറത്ത് എന്ന് പറഞ്ഞാൽ പരലോകവും, ഊല എന്നാൽ ലോകവും, ഈ ലോകവുമാണ് എന്ന് ഇഹലോകവുമാണെന്ന് പറയുന്നുണ്ട്. ഇനി ആഖിറത്ത് എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പോയ ഊലയേക്കാൾ നല്ലതാണെന്നും പറഞ്ഞ ആളുകളുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡും അവിടുത്തെ മഹത്വം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് ഇതിന് ആശയമെന്ന് ചില മഹത്തുക്കൾ സൂചിപ്പിച്ചതും നാം അയവിറക്കേണ്ട ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണല്ലോ ഈ ലോകത്തുള്ള സർവ്വ ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ ചെയ്യുന്നതിന് ഒരു പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഓരോ സെക്കൻഡിലും ഈ ലോകത്ത് പൂജാതനായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ അവർ ചെയ്യുന്ന സുഹൃതങ്ങളുടെ അളവുകളിൽ നിന്നും, പ്രതിഫലത്തിൻ്റെ അളവുകളിൽ നിന്നും അതിനോട് തത്തുല്യമായത് അതിൻ്റെ മേൽ അറിയിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്ത് അതിലേക്ക് എത്തിച്ചേരുമെന്നതിൽ യാതൊരുവിധ സംശയവും നമുക്കുണ്ടാവേണ്ടതില്ല. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ, തങ്ങളുടെ നാഥൻ തങ്ങൾക്ക് പിന്നീട് നൽകുക തന്നെ ചെയ്യും, അപ്പോൾ തങ്ങൾക്ക് തൃപ്തിപ്പെടും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു ഒരുപാട് വലിയ മഹത്വങ്ങൾ അവിടുന്ന് പ്രത്യേകമുണ്ടെന്ന് ഖുർആനിൻ്റെ നസ്സാണ്. മഖാമു മഹ്മൂദ്, ഹൗദ്, അതേപോലെ തന്നെ ഖൈറു മഊദ്, ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകുന്ന അത്ഭുതങ്ങൾ എത്രയാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുകയില്ല. കാരണം അവിടുന്ന് അള്ളാഹുവിൻ്റെ ഹബീബാണല്ലോ. അപ്പോൾ ഈ ആയത്ത് ഇറങ്ങുന്നതിൻ്റെ കുറച്ച് ചെറിയ ഒരു ചരിത്രം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ ആഗ്രഹം എന്ന് പറയുന്നത് അവിടുത്തെ ഉമ്മത്ത് നരകത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശുപാർശ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകാൻ അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള അവസരമാണ്. അപ്പോൾ ഈ അവസരത്തെക്കുറിച്ച് പലതും പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മഹ്ശറ വൻസഭയിൽ ഈ ഉമ്മത്തിന് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യുകയും അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയും അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയെ അങ്ങേക്ക് തൃപ്തിയായില്ലയോ എന്ന് ചോദിക്കുകയും അങ്ങനെ തൃപ്തിയായി എന്ന് പറയുകയും ചെയ്യുന്ന സന്ദർഭം മഹ്ശറ വൻസഭയിൽ വരാനിരിക്കുന്നുണ്ട് എന്ന് ഖുർത്തുബി ഇമാമും മറ്റൊക്കെ പറഞ്ഞതായിട്ട് കാണാം. മറ്റൊരു ചരിത്രം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ഖുർആൻ പറയുന്ന ഒരു ആയത്ത്, റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനൻ നാസി ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി, ഈ ആയത്ത് പാരായണം ചെയ്തു. ശേഷം സൂറത്തുൽ മാഇദയിലെ ഇൻ തുഅദ്ദിബഹും ഫഇന്നഹും ഇബാദുക എന്ന് പറയുന്ന ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്തും പാരായണം ചെയ്തപ്പോൾ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് കണ്ണ് കലങ്ങി കരഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാമിനോട് അള്ളാഹുവിൻ്റെ ആജ്ഞ വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരച്ചിലിൻ്റെ കാരണം അന്വേഷിക്കാൻ കൽപ്പിക്കുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതായത് എൻ്റെ ഉമ്മത്തിൻ്റെ വിഷയത്തെ അല്ലെങ്കിൽ എൻ്റെ ഉമ്മത്തിൻ്റെ കാര്യം ഓർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉമ്മത്തിൻ്റെ കാര്യത്തിൽ തൃപ്തി തരും, ഒരിക്കലും അവരുടെ വിഷയത്തിൽ അങ്ങയെ വിഷമിപ്പിക്കുകയില്ല എന്ന അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള ദൈവിക സന്ദേശം വന്നതായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഖുർആനിലെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന വചനം ഇതാകുന്നു എന്ന് അലി റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആഖിറത്തിൽ സ്വർഗ്ഗപ്രവേശനം, അതായത് സ്വർഗ്ഗത്തിൻ്റെ ഉദ്ഘാടനം കഴിച്ചുകൊണ്ട് റസൂലുള്ള സ്വർഗ്ഗത്തിൽ നിന്നും പിന്തിരിഞ്ഞു വരുന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്നറിയോ? ഈ ഉമ്മത്തിൽപ്പെട്ട ഒരാളെങ്കിലും നരകത്തിലുണ്ടെങ്കിൽ എനിക്ക് തൃപ്തിയാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തിറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനോട് കാണിക്കുന്ന സ്നേഹവും ആർദ്രതയും അലിവും എത്രയാണ്. ആ ശുപാർശ ഷഫാഅത്തല്ലാതെ നമുക്ക് എന്താണ് രക്ഷ? അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശുപാർശ ലഭിക്കാൻ നാം എപ്പോഴും ദുആ ചെയ്യണം. വർസുഖ്നാ ഷഫാഅത്തഹു എന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. 5 വക്ത് നിസ്കാരത്തിന് വേണ്ടിയിട്ട് പള്ളിമിനാരങ്ങളിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോഴും നാം പ്രാർത്ഥിക്കുന്ന ദുആ ആണത്. ആ നബിയുടെ ഷഫാഅത്ത് നമുക്ക് ലഭിക്കണം. മൻസാറ ഖബരി ഹല്ലത്ത് ലഹു ഷഫാഅത്തി എന്ന റസൂലുള്ള ഹദീസിൽ പറഞ്ഞത് ഈ സമയം ഉണർത്താതെ വയ്യ. എൻ്റെ ഖബർ ആരെങ്കിലും സന്ദർശിച്ചാൽ അവർക്ക് എൻ്റെ ഷഫാഅത്തിന് അവർ അർഹരായിരിക്കുന്നെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമുക്കൊക്കെ അവിടുന്ന് സിയാറത്ത് ചെയ്യാനും സലാത്തു സലാമുകൾ പറയാനും ഈ ഖുർആൻ്റെ ബർക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകുമാറാവട്ടെ. അടുത്ത ആയത്ത്, അലം യജിദ്ക യതീമൻ ഫആവ, അള്ളാഹു തങ്ങളെ അനാഥനായി കാണുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അഭയം നൽകുകയും ചെയ്തില്ലേ? അള്ളാഹുവിൻ്റെ ചോദിക്കുകയാണ്. നമുക്കറിയാം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാവും പിതാവ് ഗർഭാശയത്തിലായിരിക്കുകയും മാതാവ് 6-ാം വയസ്സിലും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനാഥത്വം എന്തെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നീട് പിതാമഹൻ അബ്ദുൽ മുത്തലിബും അവരുടെ പിതൃവ്യനാകുന്ന അബൂ ത്വാലിബും കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പം അവരും ഈ ഭൂലോകത്ത് നിന്ന് വിട പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 40-ാമത്തെ വയസ്സിൽ പ്രവാചകത്വം ലഭിച്ചപ്പോൾ അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കൊണ്ടുവന്ന ഏകദൈവ വിശ്വാസത്തിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിലും ശത്രുക്കളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിന്ന ഒരു ആളാണ്. അബൂ ത്വാലിബിൻ്റെ മരണശേഷം എല്ലാ സഹായങ്ങളുമായി മദീനക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ട്.
ഇതൊക്കെ അള്ളാഹു അഭയം നൽകുന്നതിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വവജദക ളാല്ലൻ ഫഹദ, ളാല്ലായിരുന്ന നിങ്ങളെ വഴി കാണിച്ചു തരികയും ചെയ്തില്ലേ. നേർവഴി, സന്മാർഗം, ഇതൊക്കെയാണ് ഹദ എന്ന് പറഞ്ഞാൽ. അതായത് ഇതൊന്നും അറിയാത്ത ഒരു ജനതയ്ക്കിടയിൽ ജീവിക്കുകയായിരുന്നല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അങ്ങനെ ഇരിക്കെ ആ സന്ദർഭത്തിലും സാഹചര്യവും തെറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ലലാലത്തിലാവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കുന്നു. എന്നിട്ടും ജാഹിലിയത്തിൻ്റെ ഒരു ചേറും ചളിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബാധിച്ചിട്ടില്ല എന്നത് എത്ര അത്ഭുതമാണ്. അവിടുന്ന് ചെറുപ്പത്തിൽ പോലും കളവ് നടത്തിയിട്ടില്ല, കള്ളത്തരം പറഞ്ഞിട്ടില്ല. അൽ അമീൻ എന്നുള്ള പേര് ജാഹിലിയ കാലത്തിൽ തന്നെ, അതായത് ഇസ്ലാമിൻ്റെ ദൈവിക വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു സമ്മാനിക്കുന്നതിന് മുമ്പ് തന്നെ മക്കക്കാർ ഇട്ടുവിളിച്ചവരാണ്. ആ ജീവിതം അൽ അമീൻ, വിശ്വസ്തതയുടെ നിഴലായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 40 വയസ്സുള്ള ജീവിതത്തിൽ ഒരു പ്രത്യേക നിയമമോ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഖുർആനോ അതല്ലെങ്കിൽ അങ്ങനെ ഒരു വഴിയോ ഉണ്ടായിട്ടില്ല. എന്നാലും തെറ്റിലായി ജീവിക്കാൻ എല്ലാ അനുകൂല ഘടകങ്ങളും ഉണ്ടായിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഒരു അരുതായ്മ പോലും ചെയ്തിട്ടില്ല. റാസി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ഈ ആയത്തിനെ വിശദീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ജാഹിലിയത്തിൻ്റെ ഒരു കാര്യവും ഞാൻ ചിന്തിക്കാറ് പോലുമില്ല. എന്നാൽ അവരുടെ കല്യാണ സദസ്സിലെ സംഗീതം ആസ്വദിക്കണമെന്ന് 2 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സദസ്സിലെത്തിയ ഉടൻ 2 തവണയും അള്ളാഹു എനിക്ക് ഉറക്കം നൽകി. അങ്ങനെ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതുപോലും ആസ്വദിക്കാതെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഹിദായത്ത് അവിടെ നൽകുകയുണ്ടായി. സൂര്യൻ്റെ ചൂട് ശരീരത്തിൽ തട്ടി ഉണരുമ്പോഴാണ് എല്ലാവരും പോയിട്ടുണ്ട്, പരിപാടിയൊക്കെ കഴിഞ്ഞ്. അങ്ങനെയാണ് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം പോലും അള്ളാഹു നടത്തി കൊടുക്കാതെ, പിന്നീടാണെങ്കിൽ റസൂൽ ആഗ്രഹിച്ചിട്ടുമില്ലെന്ന് റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. വഴിയറിയാത്തവനായി ലാല് എന്നൊക്കെ പറഞ്ഞാൽ വഴിയറിയാത്ത ഒരാളായി എങ്ങനെ ജീവിക്കണം, എവിടെ എത്തണം, എന്തിനു വേണ്ടി ജീവിക്കണം എന്നതിനെക്കുറിച്ച് മറ്റൊരു വ്യാഖ്യാനം നമുക്ക് കാണാൻ പറ്റും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരിക്കൽ അവിടുത്തെ പിതാമഹനാകുന്ന അബ്ദുൽ മുത്തലിബിൻ്റെ അടുത്ത് നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട്ടുപോയി. ശക്തമായ വിശപ്പ് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷീണിച്ചു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പയുടെ അടുത്തേക്ക് എത്തിച്ച ആ ചരിത്രം ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് കാണാം. എങ്ങനെ കുട്ടി നഷ്ടപ്പെട്ട അബ്ദുൽ മുത്തലിബ് കഅബയുടെ ഖില്ല പിടിച്ച് ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുവേ എൻ്റെ മോനെ നീ എന്നിലേക്ക് മടക്കി തരണമേ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അബൂൽ ജഹൽ തൻ്റെ ഒട്ടകത്തിന് മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇരുത്തി മക്കയിലേക്ക് എത്തുന്ന ഒരു സന്ദർഭം ചരിത്രമാണ്, ചുരുക്കി പറയുകയാണ്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് നിങ്ങളുടെ ഈ കുട്ടിയെ വിവരം അറിയണോ എന്ന് അബ്ദുൽ മുത്തലിബിനോട് ചോദിച്ചപ്പോൾ അബൂജഹൽ പറഞ്ഞത്, ഞാൻ ഈ കുട്ടിയെ ഒറ്റപ്പെട്ട് കണ്ടപ്പോൾ എൻ്റെ ഒട്ടകത്തെ മുട്ടുകുത്തിച്ച് എൻ്റെ പുറകിൽ കുട്ടിയെ കയറ്റി. പക്ഷേ ആ സന്ദർഭത്തിൽ ഒട്ടകം എഴുന്നേൽക്കാൻ കൂട്ടാക്കാതെ നിന്നു. അങ്ങനെ എൻ്റെ മുന്നിൽ കുട്ടി ഇരുത്തിയപ്പോൾ ഒട്ടകം എഴുന്നേൽക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാവരെയും നയിക്കേണ്ട നബിയെ പിന്നിലിരുത്തുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ അവിടുന്ന് മുന്നിലിരുത്തി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിതാമഹൻ്റെ അടുക്കലേക്ക് എത്തിച്ച സന്ദർഭം ഈ ഒരു കഥയും റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. വവജദക ആയിലൻ ഫഅഗ്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെ നമ്മൾ ദരിദ്രനായി കാണുകയും പിന്നീട് തങ്ങൾക്ക് ധന്യത നൽകുകയും ചെയ്തില്ലേ, അഗ്ന സമ്പന്നനാക്കിയില്ലേ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവിൽ നിന്നും നമുക്കൊക്കെ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു കുട്ടിക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണല്ലോ അനന്തര സ്വത്ത്. എന്നാൽ അനന്തരമായിട്ടൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അങ്ങനെ ഇരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ദാരിദ്ര്യത്തിൻ്റെ തീച്ചൂളയിലായിരുന്നു. അപ്പോഴാണ് അബൂ താലിബിനെ കൊണ്ടും പിന്നീട് ഖദീജ ബീവിയെ കൊണ്ടും പിന്നീട് സിദ്ദീഖ് തങ്ങളെ കൊണ്ടും പിന്നീട് മദീനയിലേക്ക് എത്തിയതിന് ശേഷം മദീനക്കാരായ അൻസാറുകളെ കൊണ്ടും, അൻസാറുകൾ എന്ന് പറഞ്ഞാൽ തന്നെ സഹായിക്കുന്നവർ എന്നാണല്ലോ. അങ്ങനെ പിന്നീട് യുദ്ധത്തിലെ ഗനീമത്ത് സ്വത്തും മറ്റുമൊക്കെ ആയിട്ട് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ ധന്യത നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഈ ആയത്തിൻ്റെ വ്യാഖ്യാനം എന്ന് ചില വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. എന്നാൽ മറ്റ് ചില വ്യാഖ്യാനങ്ങൾ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നാം സംസാരിക്കുമ്പോൾ ഓർമ്മ വരുന്നത്, പ്രവാചകത്വ ലബ്ധിക്ക് ശേഷം അഥവാ 40 വയസ്സിന് ശേഷം രഹസ്യമായി മാത്രം അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവിടുത്തെ അനുചരന്മാർക്കും ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നതോടുകൂടെ ഒരു പുതിയ ഉന്മേഷം ലഭിക്കുകയുണ്ടായി. അതെന്തായിരുന്നു? പരസ്യമായി തന്നെ മുസ്ലിം എന്ന് പറയാനും അതേപോലെ തന്നെ അവർക്ക് ഇബാദത്ത് ചെയ്യാനും ധൈര്യം ലഭിക്കുകയാണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശം എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്ന സ്വഭാവമാണ് ഇവിടെ ഉദ്ദേശമെന്ന് അഭിപ്രായപ്പെട്ട ചില ആളുകളുണ്ട്. അത് നല്ലൊരു പുതിയ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഒരുപാട് സമ്പത്തുണ്ടാവുക എന്നതല്ല, ഉള്ള സമ്പത്തിൽ തൃപ്തിപ്പെട്ട് അതിൽ സന്തോഷത്തോടുകൂടി സന്തോഷം കണ്ടെത്തി അതിൽ സമാധാനം കണ്ടെത്തി ജീവിക്കുക. അല്ലാതെ എത്ര ലഭിച്ചാലും ഇനിയും വേണം എന്ന് പറയുന്ന സാമ്പത്തിക ആർത്തി ഒരു മനുഷ്യന് ഒരിക്കലും നല്ലതല്ല. ഒരുപാട് വിഭവങ്ങൾ ലഭിച്ചാലും ചിലരുടെ മനസ്സ് എപ്പോഴും ദരിദ്രമായിരിക്കും എന്നത് നമ്മൾ പറയാതെ വയ്യ. അതേസമയം മറ്റു ചില ആളുകളുണ്ട്, ദാരിദ്ര്യമാണെങ്കിലും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് മനസ്സിൽ സമാധാനം കണ്ടെത്തി എത്ര പ്രയാസമുണ്ടെങ്കിലും അതെല്ലാം അള്ളാഹുവിലേക്ക് അർപ്പിച്ച് അവനിലേക്ക് വരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ചില ആളുകൾ. അത്തരം ആളുകളാവാനാണ് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അള്ളാഹു നമുക്ക് അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഏതായാലും ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന ഈ അനാഥയായ ആളുകളെ, യതീം കുട്ടികളെ കീഴടക്കി വെക്കാൻ പാടില്ല. ഫലാ തഖ്ഹർ, പിടിച്ചു വെക്കരുത്.
വഅമ്മ സ്സായില ഫലാ തൻഹർ. ചോദിച്ചു വരുന്നവരെ വിരട്ടി ആട്ടിവിടരുത്. നമുക്കൊക്കെ അറിയാം, അനാഥത്വത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും അനുഭവങ്ങൾ ഒരിക്കലും നല്ലതലയില്ല. അതെല്ലാം കൈപ്പേറിയ അനുഭവങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് രണ്ടും അറിഞ്ഞതുകൊണ്ട് തന്നെ അനാഥകളെയും സാധുക്കളെയും മോശമാക്കരുതെന്നും അവരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണമെന്നും അവരെ വേദനിപ്പിക്കുന്ന ഒരു പെരുമാറ്റവും ഉണ്ടാവരുതെന്നും കൽപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണെങ്കിലും ഈ ഖുർആൻ പഠിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കുന്ന ഏതൊരു മുസ്ലിമിനും ഇത് ബാധകമാണ്. പിതാവ് മരണപ്പെടുകയും പ്രായപൂർത്തിയാവാതിരിക്കുകയും ചെയ്യുന്ന കുട്ടികളെയാണ് ഷറയിൽ ഇസ്ലാമിൽ യത്തീം എന്ന് നമ്മൾ പറയാറുള്ളത്. അത്തരക്കാരെ ഇസ്ലാം വല്ലാതെ പരിഗണിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവരെ പരിഗണിക്കുന്നവർക്ക് ഒരുപാട് വലിയ പ്രതിഫലങ്ങളും, എന്നാൽ അവരെ അവഗണിക്കുന്നവർക്ക് ശക്തമായ താക്കീതും പറഞ്ഞതായിട്ട് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ, പ്രത്യേകിച്ച് ഹദീസുകളിലൊക്കെ ഒരുപാട് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു യതീം കരയുമ്പോൾ അവൻ്റെ കണ്ണുനീർ അള്ളാഹുവിൻ്റെ പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നതാണെന്നും അള്ളാഹു പറയും. ആ സന്ദർഭം ഒരു യതീം കുട്ടി കരയുന്ന സന്ദർഭത്തിൽ അള്ളാഹു പറയുകയാണ്, ബാപ്പയെ ഞാൻ മണ്ണിനടിയിലാക്കിയ ഈ കുട്ടിയെ ആരാണ് കരയിച്ചത്? ആ കുട്ടിയുടെ കരച്ചിലടക്കുന്നവർക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് അള്ളാഹു പറയും. അത്രേ നമ്മൾ ഗൗരവമായി ചിന്തിക്കണം യതീം കുട്ടികളുടെ വിഷയം. യതീം കുട്ടികൾ എന്ന് പറഞ്ഞാൽ പിതാവില്ലാത്ത സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ആളുകളാണ്. രണ്ടാമതായിട്ട് വഅമ്മ സ്സായില ഫലാ തൻഹർ, അടുത്ത ആയത്തിൽ പറയുന്നത് ചോദിച്ചു വരുന്നവനെ വിരട്ടി ഓടിക്കരുത് എന്നാണ്. അതായത് ഉണ്ടെങ്കിൽ കൊടുക്കണം, ഇല്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞവരെ വിട്ടേക്കണം. എന്നല്ലാതെ ഒരാളെ പരിഹസിച്ച് അവനെ തരം താഴ്ത്തിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ അയാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന ഒന്നും മര്യാദയില്ലാതെ പെരുമാറാനൊന്നും പാടില്ല. യാചന ഒരു നല്ല കാര്യമല്ല, ശരി തന്നെയാണ്, ഇസ്ലാം അത് ഇഷ്ടപ്പെട്ടിട്ടുമില്ല. പക്ഷേ ചോദിക്കപ്പെടുന്ന ആളുടെ ബാധ്യത അയാളെ പരിഗണിക്കലാണ്. ചോദിച്ചു വന്നാൽ ചോദിക്കപ്പെട്ട ആൾ അയാളെ പരിഗണിക്കലാണ് ഇയാളോടുള്ള താക്കീത്. ഈ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ആര് ചോദിച്ചു വന്നാലും അവരെയൊന്നും വെറും കൈയോടെ മടക്കാറില്ലെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പ്രത്യേകം ഈ ആയത്തിൻ്റെ തഫ്സീറിൽ വിശദീകരിച്ചിട്ടുണ്ട്. കാരണം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് കുറച്ച് പഴവുമായിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വരികയുണ്ടായി. അങ്ങനെ അത് കഴിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിർബന്ധിക്കുകയും ചെയ്തു. അപ്പോഴാണ് ആ വാതിലിനടുത്ത് വന്ന് ഒരു പാവപ്പെട്ട യാചകൻ വല്ലതും തരണമേ എന്ന് ആവശ്യപ്പെട്ടത്. അപ്പോൾ ആ പഴം റസൂലുള്ളാഹി കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് തയ്യാറായി നിൽക്കുന്ന ആ പഴം അദ്ദേഹത്തിന് കൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ കഴിക്കണമെന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചതിനാൽ തനിക്ക് വിഷമം തോന്നിയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന സ്വീകരിച്ച് ആ പഴം അദ്ദേഹത്തിന് നൽകി. അതായത് റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി ഗിഫ്റ്റ് കൊടുത്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആഗ്രഹം വകവെക്കാതെ ആ യാചകൻ്റെ ആഗ്രഹം പരിഗണിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. എന്നിട്ട് പിന്നെ നമ്മൾ ചിന്തിക്കണം, ഒരാളെയും റസൂൽ വേദനിപ്പിച്ചിട്ടില്ല. അയാളിൽ നിന്നും ആ പണം വിലക്ക് വാങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു നൽകുന്ന ഒരു ഇതൊക്കെ സ്നേഹത്തിൻ്റെ ലോകമാണ്. ഈ ലോകം നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവൂല. അങ്ങനെ ആ പഴം രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിക്കാൻ തുടങ്ങുമ്പോഴേക്ക് ആ യാചകൻ വീണ്ടും വന്നു. ഇങ്ങനെ 3 തവണ ഇയാളിൽ നിന്നും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ പഴം വിലക്ക് വാങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുന്ന ഒരു അത്ഭുതം. അങ്ങനെ പിന്നെയും അയാൾ വന്നപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് അവസാനമായിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ യാചകനാണോ അതോ കച്ചവടക്കാരനാണോ എന്ന്. കാരണം 3 തവണ പണം കൊടുത്ത് ഒരേ വസ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെറുതെ നൽകിയ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്നെ മഹബത്തിൻ്റെ ഭാഗമായിട്ട് തിരിച്ചു വാങ്ങിയിട്ട് വീണ്ടും വന്നപ്പോൾ റസൂലുള്ളാഹി ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പം അതിനെ സംബന്ധിച്ചാണ് വഅമ്മ സ്സായില ഫലാ തൻഹർ എന്ന് പറയുന്ന ആയത്തിറങ്ങിയ സംഭവം ഉണ്ടായതെന്ന് തഫ്സീറുകൾ വിശദീകരിക്കുന്നുണ്ട്. അതായത് ഒരാളോട് നിങ്ങൾ യാചകനാണോ അതോ കച്ചവടക്കാരനാണോ എന്ന ചോദ്യം പോലും വിരട്ടലിന് സമാനമാണെന്ന് ഇസ്ലാം കാണുന്നതെങ്കിൽ നമ്മുടെയൊക്കെ പല സന്ദർഭങ്ങളിലും ഈ കാലത്ത് വ്യാജന്മാരുണ്ട്, ശരി തന്നെയാണ്. ഒരിക്കലും അർഹരല്ലാത്ത ആളുകൾ യാചനയ്ക്ക് ഇറങ്ങുന്നുണ്ട്, അതും ശരി തന്നെയാണ്. പക്ഷേ നമ്മൾ ആരെയും വിരട്ടി ഓടിക്കരുത്. ഒന്നുമില്ലെങ്കിലും നമ്മൾ നല്ല നിലയിൽ അവരെ പറഞ്ഞയക്കുക എന്നല്ലാതെ അവരെയൊക്കെ അപമാനിക്കുന്നത്, അവരോട് അപമര്യാദയായിട്ട് പെരുമാറുന്നത് ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. അവസാന ആയത്ത് വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആളുകളോട് പറയുക എന്ന ഒരു കൽപ്പന. ഈ ഒരു കൽപ്പനയുടെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആയത്തിനെ വിശദീകരിച്ച് മുഫസ്സിറുകൾ പറയുന്നത് അള്ളാഹുവിൽ നിന്നും ലഭിച്ച അനുഗ്രഹങ്ങൾ ഒന്നും മൂടി വെക്കരുതെന്നും നന്ദിപൂർവ്വം അതിനെക്കുറിച്ച് പറയണമെന്നും ആ അനുഗ്രഹം ചർച്ചയാക്കണമെന്നും അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൻ്റെ അടയാളം, അതായത് നമ്മളിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ പ്രകടമാക്കണമെന്നുമാണ് വിവക്ഷയെന്ന് മുഫസ്സിറുകൾ ഈ ആയത്തെ വ്യാഖ്യാനിച്ച് പറയുന്നുണ്ട്. ഏത് അനുഗ്രഹത്തിൻ്റെയും വിഷയത്തിൽ ഈ നിർദ്ദേശം നമ്മൾ പാലിച്ചുകൊണ്ടിരിക്കണം. ഏതൊരു മുഅ്മിനും അവന് നൽകിയ അനുഗ്രഹങ്ങളൊക്കെ അവൻ പ്രകടമാക്കിക്കൊണ്ടിരിക്കണം. എന്നാൽ അനുഗ്രഹം ചർച്ചയാക്കുന്നതും എടുത്തു പറയുന്നതുമൊക്കെ അള്ളാഹുവിനുള്ള നന്ദി എന്ന നിലക്കാവണം. ചില ആളുകൾ വമ്പത്തരം പറയും, അല്ലെങ്കിൽ അഹങ്കാരം പറയും, അല്ലെങ്കിൽ വമ്പ് നടിക്കും, പൊങ്ങച്ചം പറയും. ഇതൊന്നും ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. മറിച്ച് അള്ളാഹു നൽകിയ അനുഗ്രഹം തൻ്റെ അടിമയുടെ മേൽ കാണുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. അപ്പം കഴിവുള്ള അവരുടെ കഴിവിനനുസരിച്ചുകൊണ്ടുള്ള നല്ല വസ്ത്രം ധരിക്കണം. ഉപകാരം
നൽകിയ ആളുകൾക്ക് പോലും നന്ദി ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ട നാം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് നന്ദി ചെയ്യുന്ന വിഷയത്തിൽ അപ്പോൾ നമ്മൾ എത്രമാത്രം ശ്രദ്ധ കാണിക്കേണ്ടി വരും. ഒരാൾ നമുക്ക് ഉപകാരം ചെയ്താൽ അയാളോട് നന്ദി ചെയ്യണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയിരിക്കെ അള്ളാഹുവിനോട് നന്ദി ചെയ്യണം എന്നത് എത്ര വലിയ കടപ്പാടാണ്. നമ്മളോടൊക്കെയുള്ള അള്ളാഹുവിൻ്റെ നന്ദി നമ്മൾ എത്ര ചെയ്താലും പൂർത്തിയാവുകയില്ല. കാരണം നമുക്ക് സംസാരിക്കാൻ, കാണാൻ, ചിന്തിക്കാൻ ഇതിനൊക്കെയുള്ള കഴിവ് നൽകിയ അള്ളാഹു ഹദീസ് ബിൻ നുബുവ എന്നാണ് ഈ ആയത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് അത് നുബുവത്താണെന്നും അതുകൊണ്ട് ഈ നുബുവത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജനങ്ങളോട് പറയണമെന്നാണെന്നും ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ചില മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അപ്പം നമുക്കൊക്കെ അള്ളാഹു നൽകുന്ന നിഅമത്തുകൾ നമ്മൾ പറയണം. കാരണം അത് അള്ളാഹു നൽകുന്നതാണ്. അതുകൊണ്ട് നമുക്ക് സന്തോഷമുണ്ടാകും. അപ്പം അതിലൂടെ അള്ളാഹു ഇനിയും ഏറ്റി നൽകും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ നിഅമത്ത് കൊണ്ട് ഉദ്ദേശ്യം ഖുർആനാണ്. അതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാനാണ് എന്ന് പറഞ്ഞതായിട്ട് മറ്റ് ചില മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് കാണാം. അപ്പം എന്താണെങ്കിലും ഈ ദീനിലേക്ക് നമ്മൾ വന്നു, ഈ നബിയെ പിൻപറ്റാനും ഈ ഖുർആനിൻ്റെ അഹ്ലുകാരാകാനും അങ്ങനെ ഹിദായത്ത് ലഭിച്ച ആളുകളൊക്കെ ആവാൻ നമുക്ക് തൗഫീഖ് നൽകിയതുകൊണ്ട് തന്നെ അള്ളാഹു അതെല്ലാം നമുക്ക് വലിയ നിഅമത്തുകളാണ് എന്നതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ആ നിഅമത്തുകൾ ഉയർത്തി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള നന്ദിയുടെ ഭാഗമാണ്. ലഇൻ ശകർത്തും ലഅസീദന്നക്കും. നന്ദി ചെയ്യുമ്പോഴാണ് അള്ളാഹു വീണ്ടും ഏറ്റി നൽകുക. അള്ളാഹു നന്ദിയുള്ള അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അല്ലെങ്കിൽ അള്ളാഹു അക്ബർ എന്നോ ചെല്ലണമെന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അതായത് കുറച്ച് ദിവസം വഹി മുടങ്ങി റസൂലുള്ളാഹി പ്രയാസപ്പെട്ട് നിൽക്കുന്ന സന്ദർഭത്തിലാണല്ലോ ഈ ഖുർആൻ ഈ സൂറത്ത് അവതരിപ്പിക്കുന്നത്. അപ്പം വഹി പുനരാരംഭിച്ചതിൻ്റെ സന്തോഷ പ്രകടനമാണ് തക്ബീർ എന്ന് ഖുർത്തുബി ഇമാം മറ്റുമൊക്കെ കാണാൻ പറ്റും. എന്നാൽ ഈ ഖുർആൻ പൂർണ്ണമായി ഖത്മ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ചെയ്യേണ്ടതെന്നും ഈ സൂറത്ത് പാരായണം ചെയ്താൽ അയാൾക്ക് ശുപാർശ ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തൃപ്തിയാവുന്ന കൂട്ടത്തിൽ അള്ളാഹു അയാളെ പെടുത്തുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് എല്ലാ അനാഥകളെയും ചോദിക്കുന്നവരെയും എണ്ണം കണ്ട് 10 നന്മകൾ അയാൾക്ക് ലഭിക്കും എന്ന് തുടങ്ങി. അതായത് ഈ സൂറത്തിൻ്റെ അത്ഭുതങ്ങൾ, മഹത്വങ്ങൾ ഇങ്ങനെ ഒരുപാട് എണ്ണി പറയുകയാണ്. അള്ളാഹു ഈ സൂറത്ത് കൃത്യമായി മനസ്സിലാക്കാനും അവൻ പറഞ്ഞത് പ്രകാരം ജീവിക്കാനും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് വെച്ച് ജീവിച്ച് മരിക്കാനും അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്ന അടിയാറുകളിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അമീൻ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും.